ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഗൈസ്. നൈറ്റ് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് കേട്ടത് അല്ലേ ശിവ? യെസ്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയി. 6 മണിക്കാണല്ലേ അവിടെ പരിപാടി? 6 മണിക്കാണ് പരിപാടി. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുത്തപ്പൻ്റെ വീട്ടിലേക്ക് അല്ലേ? ഓക്കെ. വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഇത് നോക്ക് ഗൈസ്, ഡിഫൻഡർ. ഇത് ഈ ബോണറ്റ് അടക്കി, ബോണറ്റ് അടയ്ക്കാൻ പറഞ്ഞാൽ എന്താണ്ട് അടയ്ക്കണേ. ഓക്കെ, സീരിയസ് ആണ് ഗൈസ്. ഇത് നോക്കൂ, എന്താണ് സാധനം? നല്ല വമ്പ സാധനം. എന്താ മൊത്തം ഇങ്ങനത്തെ. അമ്പലം തുറന്നുണ്ട്. ഇപ്പൊ കയറാൻ പോകട്ടോ. അപ്പൊ നമ്മള് പിറ്റേ ദിവസമായി ഞങ്ങൾ പോവാണ്. കാരണം ഇന്നലെ മുത്തപ്പൻ്റെ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അവിടെ പറ്റില്ല, അപ്പൊ എടുത്തില്ല. പിന്നെ വന്ന് രാത്രിയായി ഇവിടെ എത്താൻ. അപ്പൊ പിന്നെ കിടന്നുറങ്ങിയിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കി അല്ല, അകത്തുനിന്ന് ആ സ്വിച്ച് അമർത്തിയാൽ മതി. ഇപ്പോഴാണ് കാര്യം അലാറം വെച്ചിരിക്കണേ. ഇവിടെ ഇറങ്ങി ഇപ്പോഴെങ്കിലും അടിച്ചല്ലോ അലാറം. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകണം. ഇപ്പോൾ വീടെത്തുമ്പോഴേക്കും എന്തായാലും വൈകുന്നേരം ആവും. ഇപ്പം രാവിലെ 7 മണിയായിട്ടുള്ളൂ. പോവാം. ബൈ ബൈ. ഉച്ചയല്ല, 4 മണി 5 മണി ആവുമായിരിക്കും. ഒക്കെ ആവും. 2 മണിക്ക് മറ്റേ പാലക്കാടെത്തുള്ളൂ. 2-2:30 ആവും. നല്ലൊരു എന്താണ് പൊടിഞ്ഞ കായൽ നല്ലൊരു കായലിൻ്റെ കൂടെ കൂടെ പാലത്തിൽ കൂടെ. അതായത് നമ്മൾ ട്രെയിൻ ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശിവയുണ്ട്, വിഷ്ണു ഉണ്ട്. ശിവ ഈ ചൂട്ടത്ത് സ്വട്ടർ ഇട്ടിട്ടാണ് നടക്കുന്നത് ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കറിയിക്കാം. പൂരിയും മസാല എന്തോ കറി ബാജിയാ എന്താ പൂരിയും ബാജിയുവാ എന്താ പറഞ്ഞ പേര്. അതും കഴിക്കാം. വിഷ്ണു ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മൾ ട്രെയിൻ 9 മണിക്കാണ്. അപ്പോൾ 9 മണിക്ക് കയറാനാണ് പ്ലാന്. പോയി ടിക്കറ്റ് എടുക്കണം, കയറാ പോവാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. ബൈ. എന്താ ഗൈസ്, ഇതെന്തോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ കഥ എന്തോ ആണ്. കഥ എന്താണെന്ന് നമുക്കറിയില്ല. അത് റെയിൽവേ സ്റ്റേഷനിൽ മതിലിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര കഥയാണ്. ഞങ്ങൾ വന്നു. അപ്പോഴാ ഇവിടെ ഇരിക്കണ്ടത് ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ടോയ്ലറ്റ് ഇങ്ങനെ ആയിരിക്കും. താഴേക്ക് എങ്ങോട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ്. ഇപ്പം 8 മണി ആയിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട്. ഓക്കെ, ശിവയുണ്ട്, വിഷ്ണു അതാ വരുന്നു. എല്ലാവർക്കും ക്ഷീണമായി ഗൈസ് മൊത്തത്തിൽ. ഗായ്സ് നമ്മളപ്പോൾ ഇപ്പോൾ എവിടെ എത്തി വിഷ്ണു പറയൂ? അടുത്ത് പട്ടാമ്പി കഴിഞ്ഞു. ഇനി അടുത്ത ഷൊർണ്ണൂർ. ഇനി 2-3 സ്റ്റോപ്പും കൂടെ ഉള്ളൂ എത്താൻ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. 2 സ്റ്റോപ്പും നിറയെ കിലോമീറ്റർ ആയിട്ട്. നമ്മളവിടെ പാലക്കാട് എത്താറായി. വിഷ്ണുവിന് ഫുള്ള് ടെൻഷനാണെന്ന് ഞാൻ പറഞ്ഞില്ല.
ഇറങ്ങാൻ നിൽക്കണം പാലക്കാട് എത്തുമ്പോഴേക്കും ബാഗൊക്കെ റെഡിയായി പോകുന്നുണ്ട്. നമ്മളങ്ങനെ പാലക്കാടെത്തി. നമ്മളങ്ങനെ പാലക്കാടെത്തി. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്ര? പറ. പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, വരുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഫ്രീ ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ മേടിക്കാൻ ബിരിയാണി എത്തിയുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ ബസ് കയറി പാലക്കാട് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകണം വീട്ടിലോട്ട്. കഴിച്ചുകൊണ്ട് കാണാൻ കഴിച്ചു ഗായ്സ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ജംഗ്ഷൻ എത്തി. ഇനി വീട്ടിലോട്ട് പോകണം. ഫുള്ള് ക്ഷീണിച്ചു ഗായ്സ്, ഫുൾ ടയേർഡായി, പനി വരുന്ന പോലെയുണ്ട്. അപ്പോൾ ഓക്കെ, വീടെത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ പൊളിച്ചുകൊണ്ട് വെയിറ്റിംഗ്. ഗായ്സ് അപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഗായ്സ്, വീടെത്തി. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. ശിൽപ ഹായ്. അപ്പോൾ വന്ന് ഫ്രഷായി, ഇന്ന് ഉറങ്ങണം എന്നുണ്ട്. എന്തോ ഒരു പനി പിടിച്ച ഫീല്, വെള്ളമൊക്കെ മാറി മാറി കുടിച്ചിട്ട്. അപ്പം ശില്പനെ കൊണ്ട് വിടുമ്പോൾ വരാം. ബായ് ഗായ്സ്. അപ്പോൾ അപ്പം ഞാൻ പോവാൻ നിൽക്കുകയാണ്. ഇന്ന് നൈറ്റ് ആണ് ഡ്യൂട്ടി, അപ്പം നാളെ കാലത്ത് എത്തുള്ളൂ അല്ലേ തിരിച്ച്. ഓക്കെ ഗായ്സിനെ കൊണ്ട് വിട്ടിട്ട് വരാം. ബൈ ബൈ ഗായ്സ്. അപ്പം ഞങ്ങളിതാ ജംഗ്ഷനെത്തി. ഇനി ബസ് വന്നാൽ കയറി പോവാണ്ടേ. ഓക്കെ അങ്ങനെ ചേച്ചി ബസ് കയറി പോയിട്ടുണ്ട്. ചേച്ചിനെ കൊണ്ട് വിട്ടിട്ട് വീടെത്തി ഗൈസ്. അപ്പോൾ പനി മേടിച്ചു. അവിടുത്തെ വെള്ളമൊക്കെ മാറി കുടിച്ചിട്ടൊക്കെ ആയിരിക്കും പനി മേടിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും. ബൈ ഗൈസ്, ബൈ.